മുതൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ വിയപുരമാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. 2025-ലും വിജയതിലകമണിഞ്ഞ വീരുവാണ് ഒന്നത്. മറ്റൊന്ന് ആരോമയാണ്. ആരോമലായ ആരോമയും വന്നിരിക്കുകയാണ്. നടുഭാഗം ചരിത്രങ്ങളുള്ള നടുഭാഗം 2015-ൽ നിലവിലെ ചുണ്ടൻ വള്ളം പണിത് പുതുക്കിയെങ്കിൽ 2019-ലെ നെഹ്റു ട്രോഫിയും CBL-ലെ സമ്മാനവും നേടിയ നടുഭാഗം. അങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങൾ ഒന്നിച്ചൊന്നായി ആരാണ് വിജയതിലകം അണിയുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ മേൽപ്പാടവും വിയ്യപുരവും ആരോമയും നടുഭാഗവും അങ്ങനെ വെടിച്ചില്ലുകൾ പോലെ തെക്കോട്ട് പാഞ്ഞു വരുമ്പോൾ ആ ഇരു കരകളെയും ഉദ്വേഗം കൊള്ളിച്ചുകൊണ്ട് പുന്നമടക്കായലിന് തീപിടിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ആ വജോ ചൈതന്യത്തിന് ഞങ്ങളെല്ലാം മത്സരിക്കുന്ന പോലെയാണ്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വാക്കുകൾ മതിയാവുമോ എന്ന് തോന്നുന്നില്ല. അതാ ഒന്നിച്ചു പോകുന്നു. മേൽപ്പാടമാണോ വിയ്യപുരമാണോ അതോ ആരോമയാണോ നടുഭാഗമാണോ? കുട്ടനാട്ടുകാരനായ ജോ ജോസഫ് തായങ്കരി ആവേശം കൊണ്ട് നിൽക്കുകയാണ്. ഈ തുടർന്നുള്ള മത്സരങ്ങൾ അദ്ദേഹത്തിന്റെ ജോ ജോസഫ് തായങ്കരിക്ക് ഞാൻ കൈമാറുന്നു. മേൽപ്പാടവും വിയ്യപുരവും ആരോമയും നടുഭാഗവും ഇതാ ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നന്ദി ഹരികുമാർ വാലത്ത്. മേൽപ്പാടം, വിയ്യപുരം, അരോമ, നടുഭാഗം എന്നിങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങൾ 2026 നെഹ്റു ട്രോഫിയിൽ മുത്തോടുവാൻ വേണ്ടി ഇതാ വാശിയേറിയ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ ട്രാക്കിലുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാര് അവർ കഴിഞ്ഞ വർഷത്തെ ആ ഒരു പരാജയത്തിന് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി മേൽപ്പാടത്തിൽ അവർ കടന്നു വരുമ്പോൾ, രണ്ടാമത്തെ ട്രാക്കിൽ കഴിഞ്ഞ വർഷത്തെ വിജയിയായ വിയ്യപുരം ചുള്ളൻ UBC കൈനകരി ഫാൻസിന്റെ പേരിൽ കടന്നു വരുമ്പോൾ പുത്തൻ വള്ളമായ അരോമ, കൊല്ലത്തിലെ പൂയപ്പള്ളിയിലെ അരോമ ഇതാ 3-ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. പേരും പെരുമയുമുള്ള നമുക്കൊരിക്കലും വിസ്മരിക്കുവാൻ പറ്റാത്ത നടുഭാഗം 4-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. അങ്ങനെ വളരെ ചരിത്ര പശ്ചാത്തലമുള്ള 4 കളിവള്ളങ്ങൾ കടന്നു വരുമ്പോൾ 1-ാമത്തെ ട്രാക്കിൽ മേൽപ്പാടം, 2-ാമത്തെ ട്രാക്കിൽ വിയ്യപുരം, 3-ാമത്തെ ട്രാക്കിൽ അരോമ, 4-ാമത്തെ ട്രാക്കിൽ നടുഭാഗം. 2019-ൽ നടുഭാഗം വള്ളത്തിൽ തുഴഞ്ഞ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാര് ഇവിടെ ട്രോഫി നേടിയെങ്കിൽ അവര് കഴിഞ്ഞ വർഷം മേൽപ്പാടം ചുണ്ടലിൽ വന്ന് അവർക്ക് ട്രോഫി കൈവിട്ടുപോയി. പക്ഷേ വിയ്യപുരത്തിൽ വന്ന് 2023-ലും 25-ലും പള്ളാത്തുരുത്തിക്കാർ വന്ന് ഇവിടെ ട്രോഫി നേടിയെങ്കിൽ ആ ചരിത്രം ആവർത്തിക്കുവാൻ വേണ്ടി, ആ നഷ്ടപ്പെട്ടുപോയ ചരിത്രം, നഷ്ടപ്പെട്ടുപോയ പേര്, നഷ്ടപ്പെട്ടുപോയ പെരുമ പിടിച്ചടക്കുവാൻ വേണ്ടിയാണ് മനോജ് പത്തുതെങ്കിലിന്റെ നേതൃത്വത്തിൽ അവര് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാര് സോളി മേൽപ്പാടത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തൊരു മത്സരമാണ്! 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുന്നോ എന്ന് നമ്മൾ സ്ഥിരമായി പറയുന്ന രീതിയിൽ, സ്ഥിരമായി കാണുന്ന രീതിയിൽ എന്തൊരു ആവേശമാണ്! പുന്നമടയിലെ വള്ളംകളി പ്രേമികളെ ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് ഇതാ 4 കളിവള്ളങ്ങൾ മേൽപ്പാടവും വിയ്യപുരവും അരോമയും നടുഭാഗവും കടന്നു വരുമ്പോൾ ഇപ്പൊ ഏത് വള്ളമാണ് മുന്നിലെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. മേൽപ്പാടമാണോ, 1-ാം ട്രാക്കിലുള്ള മേൽപ്പാടമാണോ, അല്ല 2-ാം ട്രാക്കിലുള്ള വിയ്യപുരമാണോ, 3-ാം ട്രാക്കിലുള്ള അരോമയാണോ, 4-ാം ട്രാക്കിലുള്ള നടുഭാഗമാണോ? ഒന്നിച്ചൊന്നായുള്ള പോരാട്ടം. ഇപ്പോൾ നടുഭാഗം, പുന്നമടയുടെ നടുഭാഗം അല്പം ലീഡ് നേടിയിട്ടുണ്ട്. അതുപോലെയുള്ള വാശിയേറിയ ഒരു പോരാട്ടം, അത്യുജ്വലമായ ഒരു പോരാട്ടം. നടുഭാഗം ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് അവര് പുന്നമടക്കാര്, നെഹ്റു ട്രോഫി വാർഡിനുകാര്, അവരുടെ സ്വന്തമായ നാട്ടുകാരുടെ ഒരു പോരാട്ടത്തിൽ അവര് ഇവിടെ കടന്നു വരികയാണ്. നടുഭാഗം അല്ല മേൽപ്പാടം, അല്ല നടുഭാഗം, അല്ല അരോമ, അല്ല വിയ്യപുരം. ആരാണ്? തീർച്ചയായും കണ്ടുകളെ വിശ്വസിക്കുവാൻ പറ്റാത്ത രീതിയിൽ വിയ്യപുരമാണോ, അരോമയാണോ, മേൽപ്പാടമാണോ, നടുഭാഗമാണോ? അത്യുജ്വലമായ ഒരു പോരാട്ടമായിരുന്നു ഈ 4 കളിവള്ളങ്ങൾ ഇവിടെ കാഴ്ചവെച്ചത്. എന്തൊരു മത്സരമായിരുന്നു! നടുഭാഗത്തിന്റെ എന്തൊരു പോരാട്ടമായിരുന്നു! അരോമ എന്തൊരു മാസ്മരിക പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചത്! വിയ്യപുരം എന്തൊരു സുന്ദരമായിട്ടാണ് ഇവിടെ കടന്നു വന്നത്! മേൽപ്പാടത്തിന്റെ കാര്യം പറയുക വേണ്ട. എന്തൊരു സുന്ദരമായ